ഇന്ന് പകൽ അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ നിന്ന് പകരാമോ? കർത്താവേ, ഞാൻ ഒന്നുമല്ലാതിരുന്ന സ്ഥാനത്ത് സ്വർഗം എന്നെ എന്തൊക്കെയോ ആക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കരുണയ്ക്ക് ഞാൻ അർഹനല്ലാതിരുന്നപ്പോൾ, നിന്റെ കരുണയ്ക്ക് ഞാൻ അർഹതയല്ലാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം സകലത്തിനും അർഹതയുള്ളവരാക്കി എന്നെ മാറ്റി. ആ കണ്ണുകളെ അടച്ച് ഹൃദയം തുറന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, നീയില്ലായിരുന്നുവെങ്കിൽ, നീ എന്നെ തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ, നീ എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, ആ ചേറ്റിൽ നിന്ന് നീ എന്റെ കരം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ എന്നേ നശിച്ചു പോകുമായിരുന്നു. എന്നാൽ നാശത്തിന്റെ പടുകുഴിയിൽ നിന്നും സ്വർഗസിംഹാസനത്തിലേക്ക് അവൻ നമ്മെ വിളിച്ചു. സ്വർഗത്തിന്റെ സിംഹാസനത്തിലേക്ക് കയറുവാൻ അവൻ നമ്മെ കരത്തിന് പിടിച്ചു. നശിച്ചു പോകുവാൻ അവൻ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ക്രൂശിലെ സ്നേഹത്തിലൂടെ അവൻ നമ്മെ വിലക്കി വാങ്ങി, അവൻ നമ്മെ വീണ്ടെടുത്തു. പറഞ്ഞു, മകളെ, നീ എന്റെ വകയാണ്, മകനെ, നീ എനിക്കുള്ളതാണ്. പിശാച് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, മരണത്തിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, ഒരു ശാപത്തിനും ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, ഒരു സങ്കടത്തിനും ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നീ വഹിക്കേണ്ടതെല്ലാം കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു. നീ സ്വാതന്ത്ര്യം പ്രാപിക്ക, നീ സന്തോഷത്തോടു കൂടി ആയിരിക്ക, നീ ബലത്തോടു കൂടി ആയിരിക്ക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഞാനുണ്ട്, തകർന്നു പോകാതിരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ പരിശുദ്ധ ആത്മാവിനെ ഞാൻ ഇതിലേക്ക് പകർന്നിരിക്കുന്നു. തകർന്നു പോകത്തില്ല, വീണു പോകത്തില്ല, ഉടഞ്ഞു പോകത്തില്ല, നിത്യമായ മരണം സംഭവിക്കത്തില്ല, നിത്യമായ രോഗിയായി തീരത്തില്ല. നിനക്ക് വേണ്ടി ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു നിന്നോട് കൂടെ ഇരിക്കുവാൻ. പരിശുദ്ധ ആത്മാവ് ദൈവത്തെ ഞാൻ നിനക്ക് വേണ്ടി കൈമാറി. അവനുമായി ഒരു കൂട്ടായ്മയിലേക്ക് നീ കടന്നു വാ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഭേദമായിരിക്കുന്ന ബന്ധത്തിലേക്ക് നീ കടന്നു വാ. നിനക്ക് സംഭവിക്കാനുള്ളത് അവൻ നിന്നെ അറിയിക്കും. നീ പോകേണ്ട ഇടം അവൻ നിന്നെ കാണിക്കും. നീ സംസാരിക്കേണ്ടത് അവൻ നിന്നോട് പറയും. നിനക്കുള്ളതിനെ സ്വർഗമായവൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധത്തിലേക്ക് ഇന്ന് പകലൊന്നും മടങ്ങി വാ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നാളുകളായി ഞാൻ കൊതിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാരോടൊക്കെ വ്യക്തമായിട്ട് പറയുന്നു, കുഞ്ഞെ, എനിക്ക് നിന്നോട് പറവാനുണ്ട്. നാളുകളായി നിന്റെ ഒരു ഫെലോഷിപ്പിന് ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹൃദയം ഒന്ന് പകർന്നോട്ടെ. നീ എൻ്റെ സന്നിധിയിലൊന്ന് ഇരിക്കാമോ? എനിക്ക് ചിലത് നിന്നോട് പറവാനുണ്ട്. നിന്റെ ആ സാന്നിധ്യം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എൻ്റെ അടുക്കലൊന്ന് വരാമോ? ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി നിന്റെ പിറകെ ഞാൻ ഓടി നടക്കുകയായിരുന്നു. കുഞ്ഞെ, വാ, നീ ഒന്ന് വാ. ഞാൻ എൻ്റെ ഹൃദയം നിന്നിലൊന്ന് പകരട്ടെ. ഇന്ന് വരെ ജീവിച്ചതുപോലെയല്ല, ഒരു പുതിയ ജീവിതത്തിലേക്ക് കുഞ്ഞെ നിന്നെ കരം പിടിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റാരും കരത്തിന് പിടിച്ചാൽ പ്രൈസ് ദി ലോർഡ് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ കരം, എൻ്റെ കരം പ്രൈസ് ദി ലോർഡ് നിനക്ക് മുമ്പുള്ള സകല ദുർഘടങ്ങളെയും നിരപ്പാക്കും. സകല ദുർഘടങ്ങളെയും നിരപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ പാതയ്ക്ക് ദീപമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ നിത്യപ്രകാശമാണ്. ഞാനാണ് നിന്റെ ഉപാനിധി. 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 ഞാനാണ് നിന്റെ ട്രഷർ. ഒരിക്കലും നശിച്ചു പോകാത്ത ട്രഷർ അത് ഞാനാണ്. ആ ഉപനിധിയിലേക്കൊന്ന് നോക്കാൻ തയ്യാറാക. ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങൾ തിരിയുന്നുവെന്ന് ആത്മാവ് പ്രവചിക്കുന്നു കേട്ടോ. പരിശുദ്ധ ആത്മാവുമായിട്ടുള്ള മടങ്ങി വരവിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ അതിയായ സ്നേഹത്തോടെ അവൻ മാറോടണയ്ക്കും. അതിയായ സ്നേഹത്തോടു
കൈയോടുകൂടി അവൻ മാറോടണയ്ക്കും. താങ്ക് യു മകളെ എന്ന് പറയും, നന്ദി കുഞ്ഞെ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അവൻ മാറോടണയ്ക്കും. ഒരു ശത്രുവും കാണാതെ വണ്ണം തന്റെ ചിറകടിയിൽ അവൻ മറയ്ക്കും. തന്റെ ചിറകടിയിൽ അവൻ മറയ്ക്കും. അവൻ വിശ്വസ്തതയുള്ളവനാ. പകർന്നാട്ടെ ദൈവസന്നിധിയിൽ പകർന്നാട്ടെ. ഹന്ന തന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നതുപോലെ ഒന്ന് പകർന്നാട്ടെ. റികൽ ഗനാദി അൽഖമന. അവൻ നമ്മെ കുറ്റം പറയത്തില്ല, അവൻ നമ്മെ കുറ്റം വിധിക്കത്തില്ല. എല്ലാം ഞാൻ മറന്നു മകളെ, എല്ലാം ഞാൻ മറന്നു മകളെ. നീ എൻ്റെ അടുക്കൽ മടങ്ങി വന്നല്ലോ, എനിക്കത് മതി. ഞാൻ പുതിയ വസ്ത്രം തരട്ടെ, ഞാൻ പുതിയ ചെരുപ്പ് തരട്ടെ, ഞാൻ പുതിയ മോതിരം തരട്ടെ, ഞാൻ പുതിയ പാങ്കി നിന്നെ ധരിപ്പിക്കട്ടെ, പുതിയ ഭവനത്തെ തരട്ടെ, പുതിയ സാന്നിധ്യത്താൽ നിന്നെ നിറയ്ക്കട്ടെ, അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കട്ടെ, അത്ഭുതങ്ങൾ നിന്നെ നിറയ്ക്കട്ടെ. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നീ മടങ്ങി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. നീ മടങ്ങി വന്നല്ലോ. സ്വർഗമായതിനുള്ളതിനെ ഞാൻ നിനക്ക് കൈമാറട്ടെ. പിൻപിലുള്ളത് മറന്നേക്ക് കുഞ്ഞ്, പഴയതിനെ മറന്നേക്ക് കുഞ്ഞ്. അത് പഴയതല്ലേ, അത് പഴയതല്ലേ, അത് പഴയതല്ലേ. പുതിയത് തരാൻ ഞാനില്ലേ. ഇന്ന് പകൽ പുതിയതിനെ കർത്താവ് കൈമാറുകയാണ്. ജീവിതത്തിന് അകത്ത് ഏതൊക്കെയോ മേഖലകളിൽ പുതുക്കം നടക്കുന്നു എന്ന് ആത്മാവ് കൈമാറുന്നു. ആത്മാവിനൊരു പുതുക്കം നടക്കുകയാണ്. ആത്മാവിനൊരു പുതുക്കം, കുടുംബത്തിനകത്തൊരു പുതുക്കം, ബിസിനസിനകത്തൊരു പുതുക്കം, സാമ്പത്തിക മേഖലയിൽ പുതുക്കം, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ പുതുക്കം, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവ് ദൈവം ഒരു പുതുക്കത്തെ കൈമാറുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ടെ. യെസ് ലോർഡ്. എന്റെ ശുശ്രൂഷയിൽ, എന്റെ ദൈവസഭയിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ ആരോഗ്യത്തിന്റെ മേഖലയിൽ എനിക്കൊരു പുതുക്കം ആവശ്യമാണ്. യെസ്, പുതുക്കത്തെ നൽകുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്നയോളം കണ്ടിട്ടില്ലാത്ത നന്മകൾ അവൻ നൽകാൻ പോകുകയാ. ഇന്നയോളം ആസ്വദിച്ചിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ അവൻ നൽകാൻ പോകുകയാ. പരിശുദ്ധയാത്മാവ് ദൈവം ചിലതിനെ കരത്തിലെടുക്കാൻ പോകുകയാണ്. ചില ജീവിതങ്ങൾ മാറാൻ പോകുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളോട് കർത്താവ് ചിലതിനെ നടത്താൻ പോകുകയാണ്. യെസ് യെസ് യെസ്, ചിലതിനെ കർത്താവ് നടത്താൻ പോകുകയാണ്. ഇന്ന് പകൽ എന്തോ എൻ്റെ ജീവിതത്തിനകത്ത് പുതിയതൊന്ന് വീണല്ലോ. എൻ്റെ ആത്മാവിൽ എന്താ പുതിയതൊന്ന് വീണല്ലോ. എൻ്റെ ജീവിതത്തിൽ എന്താ പുതിയതൊന്ന് വീണല്ലോ. എനിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. യെസ് ലോർഡ് യെസ്. പരിശുദ്ധാത്മാവ് ശക്തിയോട്, പരിശുദ്ധാത്മാവ് ശക്തിയോട് ഇന്ന് പകൽ ജനത്തെ തുടട്ടെ. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വേഗത്തിൽ എടുത്ത് വായിച്ചാട്ടെ. വായിച്ചാട്ടെ വേഗത്തിൽ. യഹൂദിയ രാജാവായ ഹോരാദാവിന്റെ കാലത്ത് അബിയൂക്കറി സക്രിയാവ് എന്നു പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രന്മാരിൽ ഒരുത്തിയായിരുന്നു. മതി. അടുത്ത് 8 വായിച്ചാട്ടെ. അവൾക്ക് എലിസബത്ത് എന്നു പേർ. 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പുരോഹിത മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴിക ജനസമൂഹമൊക്കെയും പുറത്തു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതിനായിട്ട് അവൻ പ്രത്യക്ഷനായി. സക്രിയാവ് അവനെ കണ്ടു ഭ്രമിച്ചു പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്നു പേർ ഇടണം. മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ധാരാളം സക്രിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നൊരു ദൂതനെ കൈമാറുവാൻ ഞാൻ
ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. നോക്കിക്കേ, എലിശബത്ത് ആൻഡ് സഖറിയാവ് ദമ്പതികൾ നല്ല ദമ്പതികളായിരുന്നു, നീതിമാന്മാരായിരുന്നു, കൽപ്പനകളൊക്കെ അനുസരിക്കുന്നവരായിരുന്നു, എല്ലാത്തിലും പെർഫെക്റ്റ് ആയവരായിരുന്നു. പക്ഷെ അവർക്ക് തലമുറകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വാഗ്ദത്തം ചുമന്ന് അവർ നടക്കുകയാണ്. എന്നാൽ അവൻ കൂറിന്റെ ക്രമപ്രകാരം താൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ പതിവ് പോലെ നീങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അങ്ങനെ സാധാരണ രീതിയിൽ എങ്ങനെയാണോ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സാധാരണ രീതിയിൽ തന്നെ അദ്ദേഹം പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ മന്ദിരത്തിൽ ധൂമം കാട്ടുവാൻ ചെല്ലുകയാണ്. ആദ്യമായിട്ടല്ല ധൂമം കാട്ടുന്നത്. താൻ മുമ്പ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ ഒരു മാറ്റമില്ലാതെ പതിവ് പോലെ താൻ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂമം കാട്ടുവാനായി ചെല്ലുകയാണ്. എന്നാൽ അന്ന് ദൂതനാവ് ഇറങ്ങി അവനോട് സംസാരിപ്പാനിടയായി തീർന്നു. നോക്കിക്കേ, പതിവ് പോലെയാ ചെന്നത്, മുൻപ് ചെന്നതുപോലെ തന്നെയാ ചെന്നത്. പക്ഷെങ്കിൽ പതിവുകളെ തെറ്റിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായി തീർന്നു. എല്ലാ ദിവസവും ഒരുപോലെ അല്ലെന്ന്, എല്ലാ നാളുകളും ഒരുപോലെ അല്ലെന്ന്, പതിവുകളെ തെറ്റിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറഞ്ഞാട്ടെ, പതിവുകളെ തെറ്റിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. പഴയതുപോലെ തന്നെയാ പോയത്, സാധാരണ രീതിയിൽ തന്നെ പോയത്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ എങ്കിൽ പതിവുകളെ തെറ്റിച്ചുകൊണ്ട് ദൂതൻ അവിടെ ഇറങ്ങാൻ തയ്യാറായി. ദൂതൻ ഇറങ്ങാൻ തയ്യാറായി. ഇറങ്ങുക മാത്രമല്ല, അവൻ സംസാരിച്ചു. ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവചിക്കുന്ന ദൂതുണ്ട്. പതിവുകളെ തെറ്റിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയം പറഞ്ഞാട്ടെ. പതിവ് പോലുള്ള കടവാറങ്ങൾ, പതിവ് പോലുള്ള ഞെരുക്കങ്ങൾ, പതിവ് പോലുള്ള സങ്കടങ്ങൾ, പതിവ് പോലുള്ള ആരാധന, പതിവ് പോലുള്ള വർഷിപ്പം, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, പതിവുകളെ തെറ്റിക്കുന്ന, പതിവുകളെ പൊട്ടിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. നിങ്ങൾ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിലേക്ക് വരുമ്പം പുതിയത് പ്രതീക്ഷിച്ച് വേണം വരാൻ. കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് വന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല, ആരാധിച്ചു, സിസ്റ്റർ പ്രസംഗിച്ചു, പാസ്റ്റർ പ്രസംഗിച്ചു, സ്വാത്ര കാഴ്ചിട്ട് പോന്നു. അല്ല, ഓരോ ദിവസവും പുതിയതാണ്, ഓരോ ദിവസം പുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലത്തെ ശ്വാസമല്ല നാം ഇന്ന് എടുക്കുന്നത്, ഇന്ന് പുതിയതായി എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എന്നോട് ഇടപെടും, ദൈവം എനിക്ക് പുതിയ അഭിഷേകത്തെ കൈമാറും. ഇന്ന് പകൽ ഞാൻ പുതിയതിനെ പ്രാപിക്കും. ഇങ്ങനെ ഒരുക്കത്തോടു കൂടി വരുന്നവനെ ദൈവം ആദരിച്ചിരിക്കും, അവനെ ദൈവം കണ്ടിരിക്കും. മനുഷ്യർ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കി, ഇവനൊരു സഖറിയാവിന് പതിവ് പോലെ ഒരു പ്രതീക്ഷയുമില്ലാതെ പതിവ് പോലെ താൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ആ രൂപത്തിൽ വന്നവന് വേണ്ടി ദൂതൻ ഇറങ്ങി. നമുക്ക് വേണ്ടി സംസാരിപ്പാൻ ദൂതന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമ്യം പറഞ്ഞാട്ടെ. നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. ധൂമം കാട്ടുവാൻ നറുക്കുവാൻ നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ മധ്യത്തിൽ പാളയത്തിൻ്റെ അകത്ത് ദൂതൻ ഇറങ്ങാൻ തക്കവണ്ണം തയ്യാറായി. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൂതന്മാരിറങ്ങും. പ്രൈസ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൂതന്മാരിറങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിപ്പാൻ, നമുക്ക് വേണ്ടി ഇടപെടുവാൻ, നമുക്ക് വേണ്ടി മെസ്സേജിനെ കൈമാറുവാൻ, നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിൽ ദൂതന്മാരിറങ്ങും. പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ദൈവസന്നിധിയിൽ വന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് ആളുകളായി വാഗ്ദത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അവരുടെ തലമുറകളില്ല എന്നുള്ള ഭാരത്തിൽ പോകുമ്പോഴും അവർ പ്രാർത്ഥിക്കാൻ മറന്നിട്ടില്ല. വിഷയങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ അവർ മറന്നിട്ടില്ല. ധൂമം കാട്ടേണ്ട സമയത്ത് അവർ ധൂമം കാട്ടുവാനിടയായി തീർന്നു. ദൈവസന്നിധിയിൽ വരേണ്ട സമയത്ത് അവർ ദൈവസന്നിധിയിൽ വന്നിരുന്നു. ദൈവം ചെയ്ത നന്മകളെ ഓർക്കണം, വന്ന വഴികളെ മറന്നു പോകരുത്. എവിടെയാ കിടന്നതെന്ന് എല്ലാവർക്കും അറിയാം. വന്ന വഴികളെ മറന്നു പോകരുത്. ഇന്ന് നിൽക്കുന്നുവെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോട് ചെയ്ത അത്ഭുത
അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്, അത്ഭുതമാണ്. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ തന്നില്ല, എനിക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ദൈവം തന്നില്ല. ഇന്ന് പകൽ ജീവനോടെ നിൽക്കുന്നില്ലേ? ദൈവം ഓർത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൂതൻ പറയുകയാണ്, സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നോക്കിക്കേ, നാളുകളായിട്ടുള്ള സങ്കടങ്ങളെ പൊട്ടിക്കുന്ന വാർത്തയുമായി ദൂതൻ വന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞാൻ അങ്ങ് കൊല്ലും, നിന്നെ ഞാൻ അങ്ങോട്ട് എടുക്കും, നിന്നെ ഞാൻ അങ്ങ് മറച്ചിടും. ഇത് പറയാനല്ല ദൂതൻ വന്നത്. നാളുകളായിട്ടുള്ള ദുഃഖത്തെ പൊട്ടിക്കാൻ, നാളുകളായിട്ടുള്ള സങ്കടത്തെ പൊട്ടിക്കുവാൻ, നാളുകളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുമെന്ന വാർത്തയുമായി ദൂതൻ ഇറങ്ങാൻ ഇടയായി തീർന്നു. നാളുകളായിട്ടുള്ള സങ്കടങ്ങളെ മാറ്റാൻ പോകുകയാണ്. വിശ്വസിച്ച് നാളുകളായിട്ടുള്ള വേദനകൾ മാറാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നല്ല വാർത്തയുമായി ദൂതൻ ഇന്ന് പകൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് അവൻ നല്ല വാർത്ത കൊണ്ടുവരുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലായിരുന്ന സെഖര്യാവിനോട് ദൂതൻ പറയുകയാണ്, നിന്റെ ഭാര്യ എലിശബത്ത്, പ്രൈസ് ദി ലോർഡ്, അവൾ നിനക്കൊരു മകനെ പ്രസവിക്കും. നാളുകളായിട്ട് നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു വാർത്തയുമായി ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൂതൻ ഇറങ്ങും, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്വർഗം സംസാരിക്കുകയും ചെയ്യാനിടയായി തീരും. നോക്കിക്കേ, അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഇരുവരും, 7ാമത്തെ വാക്യമാണ്, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. നോക്കിക്കേ, ദൂതൻക്ക് എന്നാ ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? പ്രായം ചെന്നവരോട് പറയുകയാണ്, അവൾ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രായം ചെന്ന ശരീരത്തെ, പ്രായം ചെന്നിരിക്കുന്ന ഈ ഒരു അവരുടെ ഒരു അവസ്ഥയെ യൗവനത്തിലേക്ക് തിരിച്ചു പിടിക്കുമെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ രാമ്യം പറഞ്ഞാട്ടെ. വാർദ്ധക്യത്തിൽ ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അവിടെ ശരീരത്തെ യൗവനത്തിലേക്ക് തിരിച്ചു പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ യൗവനത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ പോകുക കേട്ടോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമ്യം പറഞ്ഞേക്കണം, നിങ്ങളുടെ ശരീരത്തെ യൗവനത്തിലേക്ക് തിരിച്ചു പിടിക്കുവാൻ ദൈവത്തിന് ആത്മാവിന് കഴിയും. വചനം നിങ്ങൾ വിശ്വസിക്കണം. എന്റെ ശരീരം അത് യൗവനത്തിലേക്ക് തിരിച്ചു പിടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കിന് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കിക്കേ, അതിൻ്റെ 5ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ സെഖര്യാവിൻ്റെ ഭാര്യ, അവൻ്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, തലമുറകൾ, പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷയിലായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ദൈവത്തെ അനുസരിച്ച് പോന്ന തലമുറകൾ ലജ്ജിച്ചു പോകത്തില്ല. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ സ്വത്രം വൃഥാവല്ല, തലമുറകൾക്ക് അനുഗ്രഹമാകും. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുത്തത് അത് വൃഥാവല്ല, തലമുറയ്ക്ക് അനുഗ്രഹമാകും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തത് അത് വൃഥാവാകത്തില്ല, തലമുറയ്ക്ക് അനുഗ്രഹമായി മാറും. പ്രായം ചെന്നിട്ടും അഹരോന്റെ പുത്രിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിപ്പാൻ സ്വർഗം വിശ്വസ്തനാണ്. കണ്ണുകളെ അടച്ചാട്ടെ, ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ.